സൺഡേ ഈവനിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും നല്ല രീതിയിലൊരു ഡിന്നർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതേ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പുതിയ വീടൊക്കെ അപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് പറയാൻ എപ്പോഴും ചിക്കനും മട്ടണും ഒക്കെ തന്നെ ആണല്ലോ. ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും നാരങ്ങാ നീരും ഒക്കെ ഒഴിച്ചിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിലിരുന്നാൽ നന്നായിട്ട് അതങ്ങ് പിടിക്കും. പാക്കറ്റ് പാൽ ഉപയോഗിച്ച് തൈര് ഉറയ്ക്കുന്നതെന്ന് കാണിക്കണേ ചേച്ചി എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാക്കറ്റ് പാൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ. ഇന്ന് എളുപ്പത്തിൽ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിലാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മല്ലി, പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ ഒരു കടായിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുവിധം വറന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കാം. നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ച് മാറ്റാം. അതൊരു മസാലയാട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കരിവേപ്പില പിച്ചാനായിട്ട് അച്ഛനെയും മോനെയും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കുവിൻ്റെ അടുത്ത് ഞാൻ കരിവേപ്പില പറിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഇല മാത്രമാണ് പറിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ മേളിൽ നിന്ന് പൊട്ടിച്ചാലല്ലേ ശരിക്കും ആ കരിവേപ്പ് വളർന്നു വരത്തുള്ളൂ. അപ്പോൾ അത് കാണിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് രാക്കിയതേ പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ നമ്മൾ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കല്ലോ, ഒരുപാട് കൊണ്ടുവച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്കുവിൻ്റെ അടുത്ത് നോർമലി പറഞ്ഞുകൊണ്ടിരുന്നത്. പുറത്തുനിന്ന് നല്ല കാറ്റായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ചൂടിനൊരു കുറവില്ല. ഒരുമാതിരി പുഴുക്കുക. നമ്മുടെ നാട്ടിൽ അതേ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. ജൂൺ മാസത്തിലുണ്ടായിരുന്ന ആ ഒരു കൊടും ചൂടങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫാനൊക്കെ ഇട്ടിരുന്നാൽ നമുക്കൊരുവിധം ആശ്വാസം കിട്ടുന്ന ഒരു ചൂടായിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെയും മോൻ്റെയും കരിവേപ്പില പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇത് കയറി വരുന്നുണ്ട്. നല്ല കരിവേപ്പില കേട്ടോ. നാടൻ കരിവേപ്പിലയുടെ ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ. നല്ല മണവും. അപ്പോൾ കുറച്ചേ പിച്ചുന്നുള്ളൂ. ആവശ്യത്തിന് ഇങ്ങനെ ഫ്രഷ് ആയിട്ടങ്ങ് പിച്ച് എടുക്കാമല്ലോ. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കടായിൽ എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് പൊട്ടിച്ചു, പിന്നെ വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം എരിവ് കൂടും അല്ലെങ്കിൽ. പിന്നെ കറിവേപ്പില ഇട്ടു. നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിൽ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കുന്നേ ഉള്ളൂ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി ഈ രീതിയിൽ ചിക്കൻ ഇരിക്കും. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് നമ്മുടെ സാധാ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചെറിയ 2 സവാളയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ അടച്ച് എടുക്കാം. അപ്പം വെള്ളം കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങും. ഇനി തുറന്നിട്ടിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. നമുക്ക് എത്രയാണോ ഗ്രേവി എങ്ങനെ കുറുക്കണം അതിനനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ വറ്റിക്കും തോറും അത് വെള്ളം കുറഞ്ഞു വരും. പിന്നെ കുറച്ച് നേരം, അതായത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടി നിർത്തിയാൽ മതി. ഞാനിപ്പോൾ കൂടെ അപ്പമാണ്, അപ്പം അധികം ഗ്രേവി വേണ്ടല്ലോ. അപ്പത്തിൻ്റെ മാവ് ഞാൻ അരച്ച് വെച്ചത് പൊങ്ങി വന്നിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കലക്കി ചുടുകയാണ്. അപ്പം നമ്മുടെ പുതിയ അപ്പച്ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പ് ചട്ടി, അതിലേക്കാണ് അപ്പം കോരി ഒഴിക്കുന്നത്. അപ്പോൾ അതെടുത്ത് കറക്കാൻ നല്ല പാടാണ്, കാരണം നല്ല വെയിറ്റാണ്. അപ്പം ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ അങ്ങ് ആക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല അപ്പം കിട്ടും. ഞാൻ നേരത്തെ അങ്ങനെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഓരോന്നങ്ങനെ ചുട്ടെടുക്കാം. രാക്കിക്ക് ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധം. പിന്നെ ഞാൻ അതിനകത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറിയും ദേ സെറ്റായി. ഈ ബ്രഷ് കണ്ടോ, നമ്മുടെ സിലിക്കൺ ബ്രഷാട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കല്ലിൽ ഇത് ചൂടോട് തടവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ഡൈ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു പുതിയ ഫ്രഷ് ബ്രഷ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാനിങ്ങനെ തടവി കൊടുത്തപ്പോൾ അത് പ്ലാസ്റ്റിക് അല്ലേ, ഉരുകിപ്പോയി. എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഈ സിലിക്കണാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലൊരു പുതിയ ആളെയാണ്, എയർ ഫ്രയർ. ഇതൊരു വർഷമായിട്ട് എൻ്റെ ഇരിക്കുക. ഞാൻ ഇന്നാണത് പുറത്തെടുത്ത് വെച്ചത്. കാരണം നമ്മുടെ പുതിയ കിച്ചണിൽ കുറച്ച് സ്പേസ് ഉണ്ട്. മൈക്രോവേവ് അങ്ങ് മുകളിലോട്ട് വെക്കുന്നതുകൊണ്ട്, അപ്പോൾ അത് താഴോട്ട് വെക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് എടുത്ത് വെച്ച് ആദ്യം ഒന്ന് പരീക്ഷിക്കുക. അപ്പോൾ ഇതുപോലൊരു ഡ്രോ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അത് പുറത്തെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു വട്ടത്തിലൊരു സാധനമാണ്, ഇങ്ങനെ ഹോളൊക്കെ ഉള്ളത്. അതിലേക്കാണ് നമ്മൾ എന്താ വെച്ചാൽ അത് ഫ്രൈ ചെയ്യാനുള്ളത് വെച്ച് കൊടുക്കേണ്ടത്. എണ്ണ വളരെ കുറച്ച് മതി എന്നാണ് ഞാൻ ഇത് വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ രാക്കേ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. പുള്ളി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനകത്ത് മാനുവലിൽ വായിച്ചിട്ട് പുള്ളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് സോയ എടുത്തൊന്ന് പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഇത് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് രാക്കി ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആ ട്രേയിലേക്ക് നമ്മുടെ എന്താണോ അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹോളുള്ള സംഭവത്തിൽ ആദ്യം ഈ ബ്രഷ് ഇട്ടൊന്ന് എണ്ണ തടവിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ സോയ നിരത്തി അതിൻ്റെ മുകളിൽ വീണ്ടും എണ്ണ ചെറുതായിട്ട് ഈ ബ്രഷ് വെച്ചൊന്ന് തടവി കൊടുക്കുക. ഇത്രയും മതി കേട്ടോ ഓയിൽ. എന്തായാലും ഫസ്റ്റ് ട്രൈ ആണ്, എങ്ങനെ വരുന്നെന്ന് നോക്കാം. നന്നായിട്ട് മുകളിലൊക്കെ ഒന്ന് എണ്ണ തടവിയിട്ട് അതിലേക്ക് വെച്ചെടുക്കുക. പ്രീഹീറ്റ് ചെയ്താൽ കേട്ടോ.
അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ട്രേക്ക് ചൂടുണ്ടായിരുന്നു, സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ വീണ്ടും 10 മിനിറ്റ് സെറ്റ് ചെയ്യുക. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സോയ കിടിലമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. അത് രാക്കിയത് കഴിച്ച് നോക്കുക. ഞാൻ 2 ട്രിപ്പായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഒരു ട്രിപ്പ് വെച്ചു, അടുത്ത ട്രിപ്പ് ഇതേ പുരട്ടിയത് ബാക്കിയുണ്ട്. ഇതിപ്പോൾ സോയയാണ്. ഇനി പനീറോ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? രാക്കിയോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? എങ്ങനെയുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ടോ? ഓ, സക്സസ് ആയിട്ടുണ്ടോ? അപ്പൊ ഇനി അമ്മ സ്കൂളിൽ തന്നേക്കാം. രാത്രി ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് രാവിലെ ഒരു 10 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളത്, ഫ്രൈ ചെയ്ത് തരും. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യമാണോ? ആണോ? അപ്പൊ നമുക്കിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. കഴിച്ചു വെക്കാം ഒരു മിനിറ്റ്. ക്രിസ്പിയാണ്, മസാല ഒക്കെ പിടിച്ചില്ലേ? അങ്ങനെ ആ സംഭവം സക്സസ് ആയി. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഈ സോയയുടെ റെസിപ്പി അടുത്ത വീഡിയോയിലിടാം. ഇത് ഇപ്പം ഇട്ടാൽ ഒത്തിരി ലെങ്തി ആയി പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ അതിപ്പോൾ എടുത്തിട്ടില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പഴയ അടുക്കളയിൽ മൈക്രോവേവ് താഴെ വെച്ചേക്കുന്നതുകൊണ്ട് മിക്സി പോലും വെക്കാൻ കഷ്ടിച്ചായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്ന് വെക്കാതിരുന്നത്. ഇന്ന് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. സമയം 6:30 ആവാൻ പോകുന്നു. അങ്കു ഇപ്പോൾ എഴുന്നേക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ. രാക്കയുടെ ജോലി എഴുന്നേൽപ്പിക്കുന്നത്. ഇക്കളാക്കി അവനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്, വേറെ വഴിയില്ല. അവ എഴുന്നേൽക്കുന്നവരിങ്ങനെ ഇക്കളാക്കിക്കൊണ്ടേയിരിക്കും. ടിഫിനൊക്കെ ഉണ്ടാക്കാൻ കിച്ചണിൽ നിൽക്കുന്നതുകൊണ്ട് ഇവൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ എനിക്ക് സമയം കിട്ടത്തില്ല. ഞാൻ ഇനി വേഗം കിച്ചണിലേക്ക് പോയി ബാക്കി കാര്യം നോക്കട്ടെ. അങ്ങനെ ദേ ചായ ഇടുകയാണ്. അങ്കുവിന് കുറച്ച് ചിക്കൻ കറി ചൂടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ അപ്പത്തിൻ്റെ മാവ് രാവിലത്തേക്കും കൂടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. കല്ലപ്പമായിട്ടാണ് ഞാൻ ചുട്ടു കൊടുക്കുന്നത്. കാരണം അതാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും. മറ്റേ ചട്ടിയിൽ ചുട്ടാൽ അത് മുരണ്ടു പോകും. ഇങ്ങനെ ആകുമ്പോൾ സോഫ്റ്റായിട്ട് തന്നെ അവന് കൊണ്ടുപോയി കഴിക്കാമല്ലോ. പിന്നെ നട്ട്സാണ് വെക്കുന്നത്. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ഏതെങ്കിലും ഒന്ന് കൊടുത്ത് വിട്ടാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് വെച്ച് കൊടുത്തത്. അങ്ങനെ അവൻ്റെ ടിഫിൻ റെഡിയാക്കി. ഇന്ന് കുറച്ച് ലേറ്റായി അവൻ്റെ ഓടിപ്പോവാണ്. അപ്പോൾ വണ്ടി ഇതേ നമ്മുടെ ഫ്രണ്ട് വശത്താണ് ഇന്ന് പാർക്ക് ചെയ്തേക്കുന്നത്. കാരണം മൊത്തത്തിൽ 5 പിള്ളേരാണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ 2 പേര് ഈ സെക്ഷനിൽ നിന്ന്, നമ്മുടെ ഈ ബ്ലോക്കിൽ നിന്ന്, അതിന് മുന്നത്തെ ആ T ജംഗ്ഷനിൽ നിന്ന് ബ്ലോക്കിൽ നിന്ന് ഒരാളുണ്ട്. പിന്നെ അല്ലാതെ അങ്ങോട്ട് പോകുന്ന വഴി 3 പിള്ളേർ. ആ 5 പേരെ ഇവരുടെ സ്കൂളിലുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വീട് മാറിയോണ്ട് ഉച്ചയ്ക്ക് അവനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. അതുകൊണ്ടായിരിക്കും പുള്ളി ഇന്ന് നമ്മുടെ ഈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് തിരിച്ച് വന്ന് അങ്ങോട്ട് കയറുകയാണ്. നമ്മുടെ കമ്പനിയുടെ വണ്ടിയും ഡ്രൈവറുമാണ്. നമ്മുടെ കമ്പനിയാണ് ഇത് നോക്കുന്നതും പിള്ളേരുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നതും. കുറേ സ്കൂളുകളിലേക്ക് പിള്ളേരുണ്ട്. അപ്പോൾ ഇവൻ്റെ സ്കൂളിലേക്ക് 5 പിള്ളേരുണ്ട്. ഇത് കുറച്ച് ദൂരമായി അവരുടെ സ്കൂളെന്ന് പറയുന്നത്. ബാക്കി സ്കൂളുകളൊക്കെ ചുറ്റുവട്ടം തന്നെയാണ്, അധികം ദൂരമില്ല. രാക്കിക്ക് ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ഉള്ളി ഉപ്പും ഒക്കെ ഇട്ട് തേങ്ങ അരച്ചൊരു ചട്നി ഉണ്ടാക്കി. അപ്പവും തേങ്ങാ ചട്നിയോ കടുവൊന്നും വറുത്തിട്ടില്ല കേട്ടോ. കാരണം രാക്കിക്ക് രാവിലെ നോൺ വെജ് ഒന്നും കഴിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. ഈ വലിയ പെട്ടിയുണ്ടോ, നമ്മുടെ ഫ്രിഡ്ജ്, പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ പെട്ടിയാണ്. ഈ പെട്ടി നമ്മുടെ ഷിഫ്റ്റിങ്ങിന് മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. 2 ആഴ്ച ഇതിവിടെ ഉണ്ടായിരുന്നു. ഇന്നത് പുറന്തള്ളുകയാണ്, പുറത്ത് കളയുക. കാരണം വെച്ചിട്ടും കാര്യമില്ല. ഇവിടെ നമ്മുടെ വെട്ടിലും പാറ്റയൊക്കെ കയറുന്നുണ്ട്. കാർഡ്ബോർഡൊന്നും വെക്കുന്നില്ല. രാവിലെ ഇന്ന് സൂര്യഭഗവാൻ നല്ല പ്രസാദിച്ച് നിൽപ്പുണ്ട്. പ്രത്യേക ഒരു ഐശ്വര്യം കേട്ടോ ഇത് കാണാൻ. ഒരു ഇളം ചൂടും ഒരു വല്ലാത്ത സുഖമാണ്. താഴെയാണ്ടിപ്പോൾ ഇങ്ങനെ ഇറങ്ങി നിന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് കയറാമല്ലോ. നമ്മുടെ റോഡ് ട്രിപ്പ് കേരള ടു നോർത്ത് ഇന്ത്യ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തമിഴ്നാട്ടിൽ സ്റ്റേ ചെയ്യുന്നതും റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്നതും കാണിച്ചായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ശരവണ ഭവനിൽ നിന്നാണ് ഞാൻ പറഞ്ഞു. അവിടെ തൊട്ട് താഴെയുള്ള അവിടെ നിന്നായിരുന്നു. അപ്പോൾ കോംബോയ്ക്ക് ഒരു കൂപ്പൺ തന്നായിരുന്നു. അത് കൊടുത്താൽ നമുക്ക് ഫുഡ് അവർ കൊണ്ടുതരും. അപ്പോൾ കോംബോയിൽ ഇതൊക്കെ ആയിരുന്നു. ഒരു മസാല ദോശ, വട, ഇഡ്ഡലി, പൊങ്കൽ, പിന്നെ ചട്നി, 2-3 തരത്തിലെ ചട്നി, സാമ്പാർ, ഇത് കൂടാതെ എന്തൊക്കെയോ ഒരു മസാല കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായയും. ഇത് മുഴുവൻ നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല കേട്ടോ, അത്ര ഹെവി ആയിരുന്നു. കഴിക്കാൻ പറ്റുന്നിടത്തോളം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. തമിഴ്നാടിൻ്റെ ഒരു ഭംഗിയാണിതൊക്കെ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ തലേ ദിവസം നമ്മൾ MDS ബേക്കറിയിൽ നിന്ന് കുറച്ച് പേസ്ട്രിയൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ, ബണ്ണ് പോലെയുള്ളത്. ഇതൊക്കെയായിരുന്നു. കോക്കനട്ട് ബണ്ണ്, ഹണി കേക്ക്. അപ്പോൾ അതൊക്കെ ഒരു ഇടനേരം ആയപ്പോൾ ഞങ്ങൾ കഴിക്കാം കേട്ടോ. മധുരം ഒരു ക്രേവിങ് തോന്നി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ
കുറേശ്ശെ എടുത്ത് കഴിച്ചു. അധികമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് കേടാവുന്ന സാധനങ്ങളായതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ തിന്ന് തീർക്കണം എന്നുള്ളതുകൊണ്ട് കൊതി കൊണ്ട് വാങ്ങിയതാട്ടോ. അങ്ങനെ നമ്മുടെ തമിഴ്നാട് കഴിഞ്ഞ് കർണാടക കയറി കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ ഹൈവേ കൂടെ ആണല്ലോ പോകുന്നത്. അപ്പോൾ ഹൈവേയിൽ ഒരു സംഭവം കണ്ടു, സബ്വേയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് റിഫ്രഷ് ആവല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഒന്ന് ഇറങ്ങി. ശരിക്കും എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാർബക്സിൻ്റെ കോഫിയും പിസയും അങ്ങനെയൊക്കെ കിട്ടുന്ന അങ്ങനെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അങ്കുവിന് പിസയെന്ന് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു. എന്തായാലും റിഫ്രഷ് ചെയ്യണമല്ലോ, ടോയ്ലറ്റൊക്കെ പോകണം, ഇവിടെയൊക്കെ നല്ല ടോയ്ലറ്റും ആയിരിക്കുമല്ലോ. അങ്ങനെ ഇറങ്ങി, നല്ല സൂപ്പർ ടോയ്ലറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോ പിസ്സ എന്ന് പറഞ്ഞ്, അതെനിക്കൊന്ന് ബാംഗ്ലൂർ ഉള്ളൊരു സംഭവമാണ്. അവിടെ കയറി അങ്കുവിന് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചെറിയ പിസ്സ ഓർഡർ ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ പിസ്സയും കാര്യങ്ങളും ഒന്നും ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പിള്ളേർക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അവൻ എന്തായാലും ഓർഡർ ചെയ്തു. ഞാൻ അപ്പുറത്ത് ഹൽദിറാംസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയൊരു ചായ വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ കൊളത്തേ ഉണ്ടായിരുന്നില്ല, പിന്നെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്തായാലും വാങ്ങി വന്ന് അത് കുടിച്ചു. അവൻ്റെ പിസ്സ വന്നിട്ടുണ്ട്, എന്തോ ഒരു അമേരിക്കൻ ചീസി എന്തൊക്കെയോ പറഞ്ഞ് ചീസൊക്കെ ഉള്ളൊരു പിസ്സയാണ്. ചിക്കൻ സോസേജും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പിസ്സയാണ്. കൂടെ മെറിൻഡയുണ്ട്. പിന്നെ എൻ്റെ ഒന്നിനും കൊള്ളാത്ത ചായ അതെങ്ങനെയെങ്കിലും കുടിച്ച് തീർത്തു. ഒരു ചോക്കോ ലാവ കേക്കും വാങ്ങിച്ചു. ഗോ പിസ്സയെന്നായിരുന്നു പേര് കേട്ടോ. അതിനുശേഷം നമ്മളത് ഇറങ്ങി. പിന്നെ നമ്മുടെ ആന്ധ്ര ഉണ്ടല്ലോ, ബാംഗ്ലൂർ കഴിഞ്ഞ്, അതായത് കർണാടക കഴിഞ്ഞ് ആന്ധ്ര ബോർഡറിലുള്ളൊരു സ്ഥലമാണിത്. ഇവിടെയാണ് നമ്മുടെ കിയ കാറിൻ്റെ പ്ലാന്റും അവരുടെ സംഭവങ്ങളും ഒക്കെ ഉള്ളത്. അതിങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ, ഒത്തിരി ഉണ്ട്. എല്ലാവർക്കും അറിയാലോ കിയ എന്നൊക്കെ പറഞ്ഞൊരു കാറുണ്ടല്ലോ ഇപ്പോൾ, അത്. അപ്പോൾ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ അവരുടെ എനിക്കൊന്ന് മെയിൻ പ്ലാന്റാണിത്. ഇവിടെയാണ് കാറൊക്കെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു, അങ്ങനെയാണ് രാക്കയെ പറഞ്ഞത്. രാക്കയ്ക്ക് പിന്നെ വണ്ടിയെക്കുറിച്ച് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു. എന്നിട്ട് ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.